നമ്മുടെ ഈ കഥയിലെ നായികമാരായിട്ടുള്ള ഐലയെയും മായയുമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇവര് രണ്ടുപേരും ബാല്യകാല സുഹൃത്തുക്കളാണ്. മായ എപ്പോഴും നമ്മുടെ ഐലയുടെ വീട്ടിലൊക്കെ വരാറുണ്ട്. അങ്ങനെ ഇതേപോലെ ഒരു ദിവസം മായ ഇപ്പൊ ഐലയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് ഐലയുടെ പുറകിലായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള രൂപത്തെ അവൾ കാണുന്നത്. ഈ ഒരു രൂപത്തെ പറ്റിയിട്ട് ഐലയോട് പറയാനായിട്ട് മായയ്ക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ഒന്നും പറയാതെ മായ അവളുടെ വീട്ടിലേക്ക് തിരികെ പോയി. നമ്മളിപ്പോ കാണുന്നതാണ് ഐലയുടെ ഉമ്മയായിട്ടുള്ള ജമീല. ഉപ്പയുടെ പേര് ജമാൽ എന്നാണ്. അങ്ങനെ അന്ന് രാത്രിയായപ്പോ മായയും അവളുടെ സഹോദരനും അതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി ചേർന്ന് ഒരു മലമുകളിലേക്ക് ട്രെക്കിങ്ങിന് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. മായ അപ്പൊ തന്നെ അയലയെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു. അവൾക്ക് ഈ ഒരു ട്രെക്കിങ്ങിന് വരാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ഉമ്മയായിട്ടുള്ള ജമീല സമ്മതിക്കില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അയല അവളുടെ മുടി ഒന്ന് തഴുകി. ദേ ഒരു കെട്ടുകണക്കിന് മുടി ഇപ്പോ കൊഴിഞ്ഞ് അവളുടെ കയ്യിലേക്ക് പോന്നു. അടുത്ത ദിവസം മായ നേരിട്ട് അയലയുടെ വീട്ടിലെത്തി അവളുടെ അമ്മയെ ട്രെക്കിങ്ങിന് വിടാനായിട്ട് സമ്മതിപ്പിക്കുകയാണ്. അപ്പോഴേക്കും ഉപ്പയായിട്ടുള്ള ജമാലും വീട്ടിലേക്ക് എത്തി. അയലയെ ട്രെക്കിങ്ങിന് വിടാനായിട്ട് ജമാലും സമ്മതിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് മായ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം അയലയുടെ പിന്നില് ചുവന്ന കണ്ണുകളുള്ള ഒരു നിഴൽ രൂപം നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. പക്ഷെ ഇതൊന്നും തന്നെ അയല അറിയുന്നില്ല. ആ ഒരു അജ്ഞാത ശക്തി അവളുടെ ശരീരത്തെയും മനസ്സിനെയും സ്വാധീനിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നു. അന്ന് വൈകിട്ടോട് കൂടിയിട്ട് ഇവര് യാത്ര ആരംഭിച്ചു. ബേസ് ക്യാമ്പിലേക്കാണ് ആദ്യം പോകുന്നത്. അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങിയിട്ട് പുലർച്ചെയാണ് ട്രെക്കിംഗ് ആരംഭിക്കുക. അങ്ങനെ ഒരു ബേസ് ക്യാമ്പിന്റെ തൊട്ടടുത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനായിട്ട് തീരുമാനിക്കുന്നു. രാത്രിയായപ്പോ അയലയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല രീതിയിലുള്ള വയറുവേദന വരുന്നു. അപ്പോഴാണ് അവള് പീരീഡ് ആയത് അറിയുന്നത്. മായ അയലോട് പറയുന്നുണ്ട്, ഇത്തരം ഒരു അവസ്ഥയിൽ നമ്മൾ ഈ ട്രെക്കിങ്ങിന് പോകുന്നത് ശരിയാവില്ല. പക്ഷെ അയൽ അതൊന്നും കേൾക്കുന്നില്ല. മാതാപിതാക്കൾ ആദ്യമായിട്ടാണ് യാത്രയ്ക്ക് അനുവാദം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു അവസരം നഷ്ടപ്പെടുത്താനായിട്ട് ഞാൻ നിൽക്കില്ല. ഇത് കേട്ടപ്പോൾ അവൾ പറയുന്നത് ശരിയാണെന്ന് മായയ്ക്കും തോന്നി. അല്പസമയം കഴിഞ്ഞ് വസ്ത്രങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോവുകയാണ് അയല. വസ്ത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൾക്കൊരു തോന്നൽ വരികയാണ്. അതായത് ആരോ തന്നെ നിശബ്ദമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്ന്. അത് വെറും തോന്നലായിരുന്നില്ല, അവളുടെ പുറകിലായിട്ട് ആ ഒരു ഭീകര സത്വം ഉണ്ടായിരുന്നു. അതിനെ കണ്ടപ്പോൾ തന്നെ അയല ഒച്ചത്തില് നിലവിളിക്കാൻ തുടങ്ങി. ബാക്കിയുള്ള സുഹൃത്തുക്കളെല്ലാം അങ്ങോട്ടേക്ക് ഓടിക്കൂടി. വാതിൽ തുറന്നപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് ഈ ഒരു അയല ആകെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നതാണ്. അവളുടെ മുഖത്തെ ഭാവം കണ്ട എല്ലാവർക്കും എന്തോ വലിയ പ്രശ്നമുണ്ടായെന്ന് മനസ്സിലായി. താൻ ചുവന്ന കണ്ണുകളുള്ള വളരെ ഉയരവും മെലിഞ്ഞ ശരീരവുമുള്ള ഒരു വിചിത്ര ജീവിയെ കണ്ടുവെന്ന് അയല എല്ലാവരോടും പറഞ്ഞു. ഇത് കേട്ട ഗസ്റ്റ് ഹൗസിന്റെ ഉടമയായിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ മുഖം മാറി. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പ്രദേശത്ത് ഇതുപോലൊരു രാക്ഷസ ജീവി സഞ്ചാരികളെ ഉപദ്രവിച്ചിരുന്നുവെന്ന് അവർ പറഞ്ഞു. പിന്നീട് ഒരു മാന്ത്രികൻ പ്രത്യേക പൂജകളും മന്ത്രവാദ ചടങ്ങുകളൊക്കെ നടത്തിയോടുകൂടിയിട്ട് ആ ഒരു ജീവി അപ്രത്യക്ഷമായി. അതിനുശേഷം ആരും അതിനെ കണ്ടിട്ടില്ല. ഇപ്പോൾ വീണ്ടും അത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് അയലയുടെ കൂടെയായിരിക്കും ഇവിടെ എത്തിയതെന്ന് അവർ സംശയിക്കുന്നു. ഇത് കേട്ടപ്പോൾ സുഹൃത്തുക്കളിൽ ഒരാളാണെങ്കിൽ അയലയെ ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിച്ചയക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ട്രെക്കിങ്ങിനായിട്ട് അവൾ ഇത്രമാത്രം ആവശ്യത്തോടു കൂടിയിട്ട് കാത്തിരുന്നുവെന്ന് മായയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് അവളെ തിരികെ അയക്കാനായിട്ട് മായയ്ക്ക് മനസ്സ് വന്നില്ല. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും കഴിഞ്ഞ രാത്രിയിൽ അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല എന്ന പോലെയാണ് അയല എല്ലാവരോടും പെരുമാറുന്നത്. അങ്ങനെ ബാഗുകളൊക്കെ എടുത്തിട്ട് അവർ മലകയറ്റം തുടങ്ങി. ഇതേ സമയം വീട്ടില് അയലയുടെ അമ്മ മാലിന്യ കുമ്പാരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ആ ഒരു മുടിയുടെ കെട്ടും അതുപോലെ തന്നെ രക്തക്കറ പതിഞ്ഞ ടിഷ്യൂകളും കണ്ടെത്തി. ജമീലയ്ക്ക് പേടിയായിട്ട് ജമാലിനോട് ഇക്കാര്യം പറഞ്ഞു. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട എന്നാണ് ജമാൽ പറയുന്നത്. മറുവശത്ത് എല്ലാവരും മലമുകളിലേക്കുള്ള യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അയലയ്ക്ക് പെട്ടെന്ന് ക്ഷീണം വരികയാണ്. അവള് വഴിയരികിലിരുന്നു. വളരെ വേഗത്തിലാണ് അവളിപ്പോ ശ്വാസം എടുക്കുന്നത്. അയലയുടെ കണ്ണുകളിലും എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും ഭയന്നുപോയി. മായ പലതവണ അവളുടെ പേര് വിളിച്ചപ്പോൾ അയല പതിയെ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോഴാണ് മായയുടെ സഹോദരനായിട്ടുള്ള ഇന്ദ്ര എല്ലാവരോടും മുന്നോട്ട് പോകാനായിട്ട് പറയുന്നത്. അങ്ങനെ ഇവർ വീണ്ടും മല കയറാൻ തുടങ്ങി. അവസാനം 7 സുഹൃത്തുക്കളും മലയുടെ പകുതിയോളം ഉയരത്തിലെത്തിയപ്പോൾ കുറച്ചു സമയം വിശ്രമിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതിൻ്റെ ഇടയിൽ ആരോടും ഒന്നും പറയാതെ അയല അടുത്തുണ്ടായിരുന്ന ഒരു തടാകത്തിന്റെ ദിശയിലേക്ക് പതിയെ നടക്കാൻ തുടങ്ങി. ഇത് കണ്ട് പന്തികേട് തോന്നിയിട്ടുള്ള നമ്മുടെ മായയാകട്ടെ അവളുടെ പിന്നാലെ പോകുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അയലയുടെ സ്വഭാവം പൂർണ്ണമായിട്ടും മാറി. അവള് അക്രമാസക്തിയായിട്ട് എല്ലാവരെയും ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുന്നു. ബഹളം കേട്ട് മറ്റു സുഹൃത്തുക്കളും ഓടിയെത്തി. എല്ലാവരുടെയും സഹായത്തോടു കൂടിയിട്ട് മായ എങ്ങനെയോ അയലയെ അവിടെ നിന്നും പിടിച്ചു മാറ്റി. ആ സമയത്ത് മായ തടാകത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു ഭീകരമായിട്ടുള്ള കാഴ്ച കണ്ടു. വെള്ള വസ്ത്രം ധരിച്ച നീണ്ട മുടിയും ചുവന്ന കണ്ണുകളുമുള്ള ഒരു ഭീകര സ്ത്രീ. എന്നാൽ ആ രൂപം മറ്റാർക്കും കാണാൻ കഴിയുന്നില്ല. കുറച്ചു സമയത്തിന് ശേഷം അയലയ്ക്ക് ബോധം തിരികെ ലഭിച്ചു. മായപ്പ അവളോട് പറഞ്ഞു,
നിന്നെ ഏതോ ഒരു ദുരാത്മാവ് ബാധിച്ചിരിക്കുകയാണ്. അത് കേട്ട അയലയാകട്ടെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ ഈ ഹൊറർ സിനിമകളൊക്കെ കണ്ടിട്ട് ചുമ്മാ ഭ്രാന്തൊന്നും വിളിച്ചു പറയല്ലേ, എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പൊ എല്ലാവരും ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ്. ഇവിടെ വെച്ച് ട്രെക്കിംഗ് അവസാനിപ്പിക്കണോ അതോ ഇനി മുന്നോട്ട് പോകണോ? അപ്പോഴാണ് അയല ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഒരു കാര്യം പറയുന്നത്, ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല, ഈ ചെറിയ കൊടുമുടി നമുക്ക് എല്ലാവർക്കും കൂടി കീഴടക്കാം. അവളുടെ വാക്കുകൾ കേട്ട് മറ്റു സുഹൃത്തുക്കളും മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അവര് ഒരു ഇടതൂർന്ന കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു കറുത്ത നിഴല് അവരുടെ തലയ്ക്ക് മുകളിലൂടെ അതിവേഗത്തിൽ കടന്നുപോയി. അതേസമയം തന്നെ ഒരു ചെറിയ കുട്ടിയുടെ വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ചിരി ആ കാടെങ്ങും മുഴങ്ങുകയാണ്. ഒരു വയോധികൻ അപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാവരുടെയും ചെവികളിൽ അസഹനീയമായിട്ടുള്ള മൂർച്ചയുള്ള ഒരു ശബ്ദം മുഴങ്ങി തുടങ്ങി. വേദന സഹിക്കാനാവാതെ എല്ലാവരും ചെവികൾ പൊത്തി നിലത്തേക്ക് വീണു. ആ ഒരു വയോധികൻ അവിടെ നിന്ന് നടന്നു പോയപ്പോ തന്നെ ആ ഒരു ശബ്ദവും നിലച്ചു. ഇവരുടെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കളിൽ ഒരാളപ്പോ പറയുന്നുണ്ട്, അയലയുടെ ഈ ഒരു അവസ്ഥയും ഇവിടെ നടക്കുന്ന ഈ ഒരു വിചിത്രമായിട്ടുള്ള സംഭവങ്ങളും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്. ഒരു പെൺകുട്ടി ആർത്തവ സമയത്ത് മല കയറുന്നത് അശുഭമാണെന്നും അത് ദുഷ്ടശക്തികളെ ആകർഷിക്കുമെന്നുമാണ് പഴമക്കാര് പറയുന്നത്. ഇത് കേട്ട് അയല ദേഷ്യത്തോടെ അവനെ തുറച്ചു നോക്കുന്നുണ്ട്. മായയുടെ സഹോദരനായിട്ടുള്ള ഇന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, അടുത്ത ക്യാമ്പിലെത്തിയ ശേഷം എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ ഇവർ വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോ തന്നെ അയലയുടെ പെരുമാറ്റം വീണ്ടും മാറി. യൂക്കപ്പ് എന്ന് പറയുന്ന ആ പയ്യൻ അപ്പൊ പറയുന്നുണ്ട്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിന്റെ മുകളിലേക്ക് പോകാനായിട്ട് കഴിയില്ല. ബാധ കയറിയ അയല അപ്പൊ ഒച്ചത്തില് നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എല്ലാവരും ഇവിടെ നിന്ന് ഓടിപ്പോവൂ, ഈ മല ഇനി എന്റേതാണ്. എന്റെ വഴിയിൽ വരുന്നവർ എല്ലാവരും നശിച്ചു പോകും. ഞാൻ ജീവിച്ചാലും മരിച്ചാലും ഈ ഒരു കൊടുമുടിയിലെത്തുക. ഇതൊക്കെ പറഞ്ഞ് ആരെയും കാത്തു നിൽക്കാതെ അവൾ ഒറ്റയ്ക്ക് മലയുടെ മുകളിലേക്ക് ഓടിക്കയറാൻ തുടങ്ങി. മായയും മറ്റു സുഹൃത്തുക്കളും അവളുടെ പിന്നാലെ ഓടി. പിന്നീട് അയലയെ ഇവർക്ക് ആർക്കും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അതേസമയം തന്നെ കുറച്ച് അകലെയായിട്ട് നിൽക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ള വയോധിക സ്ത്രീയെ മായ ശ്രദ്ധിക്കുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ മായയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതായത് നമ്മുടെ തേർഡ് ഐ, മറ്റാർക്കും കാണാൻ കഴിയാത്ത അതീന്ദ്രിയ രൂപങ്ങളും ശക്തികളും പ്രേതങ്ങളെയൊക്കെ കാണാൻ കഴിയുന്ന ഒരു മൂന്നാം കണ്ണ്. പക്ഷെ അതൊരു ശാപമായിട്ടാണ് മായയ്ക്ക് എപ്പോഴും തോന്നിയിരുന്നത്. കാരണം മറ്റാർക്കും കാണാൻ കഴിയാത്ത ആ ഒരു വൃത്തികെട്ട രൂപങ്ങളൊക്കെ ഇവക്ക് കാണേണ്ടി വരുമല്ലോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ അയലയുടെ അടുത്തേക്ക് ഇപ്പൊ നമ്മുടെ മായ എത്തി. അപ്പോ അയല പറയുന്നുണ്ട്, ഈ ട്രെക്കിങ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മയായിരിക്കണം. ഇത് പാതി വഴിയിൽ അവസാനിപ്പിക്കാനായിട്ട് എനിക്ക് കഴിയില്ല. എന്തായാലും മലയുടെ മുകളിലേക്ക് എത്താൻ കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും ധൈര്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ എല്ലാവരും ധൈര്യം സംഭരിച്ച് അവസാനഘട്ട മലകയറ്റം ആരംഭിച്ചു. ഒരുപാട് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ 2985 മീറ്റർ ഉയരമുള്ള കൊടുമുടിയിലെത്താൻ എല്ലാവർക്കും സാധിച്ചു. അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ടെന്റ് അടിച്ച് താമസിക്കാനായിട്ടാണ് ഇവരുടെ പ്ലാന്. എന്നാൽ അന്ന് രാത്രിയായപ്പോൾ വീണ്ടും അയല അസ്വാഭാവികമായിട്ട് പെരുമാറാൻ തുടങ്ങി. എല്ലാവരും ചേർന്ന് അവളെ ടെന്റിനുള്ളിൽ കിടത്തി അവളുടെ അവസ്ഥയൊക്കെ ഇപ്പൊ പരിശോധിക്കുകയാണ്. ആരുടെയെങ്കിലും സഹായം തേടി ഇന്ദ്രയും യുക്കപ്പും ഇപ്പൊ മല ഇറങ്ങി സമീപ ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ നിന്ന് ഒരു ഗ്രാമവാസിയെ അവർ കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹം അയലയുടെ ചെവിയിൽ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ജപിക്കാനായിട്ട് തുടങ്ങി. തൊട്ടടുത്ത നിമിഷം തന്നെ അയലയുടെ കണ്ണുകള് വീണ്ടും രക്തക്കളറായി മാറി. ശരീരത്തിലുടനീളം കറുത്ത ഞരമ്പുകളൊക്കെ തെളിഞ്ഞു കാണാം. അവളുടെ ശരീരം മുഴുവൻ ശക്തമായിട്ട് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അയലയുടെ ഉമ്മയായിട്ടുള്ള ജമീല. ജമീലയെയും ആരോ നിരീക്ഷിക്കുന്നുണ്ടെന്ന് പുള്ളിക്കാരിക്ക് തോന്നുകയാണ്. ഇത് ഭർത്താവായിട്ടുള്ള ജമാലിനോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ചിരിച്ചു തള്ളി, എല്ലാം നിന്റെ തോന്നലായിരിക്കും. ടെന്റിനുള്ളിൽ ഇപ്പോ അയല ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അർദ്ധരാത്രിയിൽ അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു. അല്പനേരത്തിനുള്ളിൽ അവളുടെ മുഖം ഭയാനകമായിട്ടുള്ള ഒരു സ്ത്രീയുടെ രൂപമായി മാറി തുടങ്ങി. അതായത് ആ ഒരു തടാകത്തിനരികിൽ മായ കണ്ട അതേ സ്ത്രീയുടെ മുഖം. പെട്ടെന്ന് മായ ഞെട്ടി ഉണർന്നു. ആദ്യം അതൊരു ദുസ്വപ്നമാണെന്നാണ് അവൾ കരുതിയത്. പക്ഷെ ചുറ്റും നോക്കിയപ്പോൾ അയല ടെന്റിനുള്ളിൽ ഇല്ലായിരുന്നു. അപ്പൊ തന്നെ മായ പുറത്തേക്കോടി. പുൽമേട്ടില് ഒറ്റയ്ക്കിരിക്കുന്ന അയലയെ അവൾ കണ്ടു. മായ അടുത്തെത്തിയതും അയല തിരിഞ്ഞു നോക്കുന്നു. അവളുടെ കണ്ണുകൾ വീണ്ടും ചുവപ്പ് കളറായിട്ടുണ്ട്. ആ ദുഷ്ടാത്മാവ് അവളെ കീഴടക്കിയിരിക്കുകയാണെന്ന് മായയ്ക്ക് മനസ്സിലായി. അയലയുടെ മുഖത്ത് അവൾ ഒരുപാട് തവണ അടിച്ചു. അതിനുശേഷമാണ് അവൾക്ക് സ്വബോധം ലഭിക്കുന്നത്. മായ അവളെ ആശ്വസിപ്പിച്ച് തിരികെ ടെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും സാധനങ്ങളൊക്കെ ഒതുക്കി മല ഇറങ്ങാനായിട്ട് തയ്യാറാവുകയാണ്. എന്നാൽ അയല ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി മലയുടെ കൊടുമുടി നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൾ പതുക്കെ പറയുന്നുണ്ട്, ഇവിടെയാണ് എനിക്ക് യഥാർത്ഥത്തിൽ സമാധാനം ലഭിക്കുന്നത്. ഈ മല തന്നെയാണ് എന്റെ വീട് എന്നെനിക്ക് തോന്നുന്നു. തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് അവൾ ഒരു വലിയ പാറയുടെ മുന്നിൽ ഏറെ നേരം നിൽക്കുന്നുണ്ട്. പതിയെ എന്തോ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. മായ കരുതുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ അവൾ ഓർത്തെടുക്കുകയായിരിക്കുന്ന. തിരിച്ചുള്ള യാത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അവസാനിച്ചു. വൈകുന്നേരമായപ്പോൾ മായ തന്നെയാണ് അയലയെ വീട്ടിലെത്തിക്കുന്നത്. മകളെ കണ്ട ഉടനെ തന്നെ ജമീല അവളുടെ തലയിൽ കൈവച്ചിട്ട് ആശങ്കയോടുകൂടി പറയുന്നുണ്ട്, എന്തോ ഇതൊന്നും ശരിയല്ല, ഇതെന്റെ മകളല്ല എന്നൊക്കെയാണ് അവര് പറയുന്നത്.
രാത്രിയായതോടെ അയലയുടെ ശരീരം വീണ്ടും വിറയ്ക്കാൻ തുടങ്ങുന്നു. അവള് നിയന്ത്രണം വിട്ട് ഉറക്കെ ചിരിക്കാനും തുടങ്ങി. ഇതറിഞ്ഞ മായയും ഇന്ദ്രയും ഉടൻ തന്നെ അയലയുടെ വീട്ടിലേക്കെത്തി. ഒരു ആത്മീയ ഗുരുവിനെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പോലും അയലയെ ബാധിച്ചിരിക്കുന്ന ആ ഒരു ദുരൂഹശക്തിയെ നിയന്ത്രിക്കാനായിട്ട് ഇപ്പൊ കഴിയുന്നില്ല. ഏറ്റവും അവസാനം മാതാപിതാക്കള് അവളെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഡോക്ടർമാര് വിശദമായിട്ട് പരിശോധനയൊക്കെ നടത്തിയെങ്കിലും അവളുടെ ശരീരത്തിൽ യാതൊരു രോഗവും കണ്ടെത്താനായിട്ട് അവർക്കായില്ല. അയലയുടെ അച്ഛനാകട്ടെ ദേഷ്യത്തോടു കൂടിയിട്ട് മായോട് പറയുന്നുണ്ട്, ഇതെല്ലാം സംഭവിച്ചത് നീയും നിന്റെ സുഹൃത്തുക്കളും കാരണമാണ്. അയലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിനക്കാണ്. ഇതൊക്കെ കേട്ടതോടു കൂടിയിട്ട് മായ ആകെ തകർന്നുപോയി. കുറ്റബോധം അവളെ വേട്ടയാടാൻ തുടങ്ങി. അതേസമയം ആശുപത്രിയിൽ രാത്രിയായപ്പോ അയല വീണ്ടും അതേ ഉയരമുള്ള ഭീകര നിഴൽ രൂപത്തെ കണ്ടു. അതോടെ അവളുടെ ആരോഗ്യനില പെട്ടെന്ന് മോശമാവുകയും ചെയ്തു. അടുത്ത ദിവസം മായ അവളെ കാണാനായിട്ട് ആശുപത്രിയിലേക്ക് എത്തി. താൻ വീണ്ടും വീണ്ടും ഭയപ്പെടുത്തുന്ന രൂപങ്ങളും കാഴ്ചകളും കാണുന്നതായിട്ട് അയല പറയുന്നു. അവളുടെ മാനസികാവസ്ഥ പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. മായ ഈ കാര്യം സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്തെങ്കിലും അയലയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. എല്ലാ സുഹൃത്തുക്കളും ചേർന്ന് വീണ്ടും ആശുപത്രിയിലെത്തി. എല്ലാവരും അയലയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പതുക്കെ അവളപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അവൻ വീണ്ടും വന്നിരിക്കുന്നു. മായ ഉടൻ തന്നെ തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അയല വീണ്ടും വീണ്ടും അവൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ ഇവളുടെ അച്ഛനായിട്ടുള്ള ജമാല് മുറിയിലേക്ക് കടന്നു വന്നു. അന്നത്തെ രാത്രി നമ്മുടെ അയലയുടെ നില അതീവ ഗുരുതരമായി. പെട്ടെന്ന് അവളുടെ വായിൽ നിന്ന് രക്തമൊക്കെ ഒഴുകി തുടങ്ങി. ഡോക്ടർമാർ ജീവൻ രക്ഷിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ അവളുടെ ശ്വാസം നിലച്ചു. അവളുടെ മരണവാർത്ത മുഴുവൻ പ്രദേശത്തെയും ദുഃഖത്തിലാഴ്ത്തി. പക്ഷേ മായയ്ക്ക് ആ ഒരു ദുരന്തം മറക്കാനായിട്ട് കഴിഞ്ഞില്ല. ഓരോ രാത്രിയും അയലയുടെ ഓർമ്മകൾ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് അവൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. മലയിലേക്ക് പോകുന്നതിന് മുമ്പ് അയലയുടെ അച്ഛൻ ഒരു ബാഗ് അവൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിയുന്നത്ര ദൂരെ എറിഞ്ഞു കളയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മായയ്ക്ക് സംശയം തോന്നുന്നു. ഒരുപക്ഷെ ആ ബാഗ് അയല മലയിലെ ആ തടാകത്തിലായിരിക്കാം എറിഞ്ഞത്. ഈ സംശയം ജമീലയുമായിട്ട് നമ്മുടെ മായ പങ്കുവെക്കുകയും ചെയ്തു. അന്ന് രാത്രി ഭർത്താവിനോട് അവളത് ചോദിക്കുകയും ചെയ്തു. പക്ഷെ ഈ ഒരു ഭർത്താവായിട്ടുള്ള ജമാല് മറുപടി പറയാതെ ഒഴിഞ്ഞുമാറി. അന്ന് രാത്രി തന്നെ ജമാൽ എന്ന് പറയുന്ന ജമീലയുടെ ഭർത്താവ് രഹസ്യമായിട്ട് ചില താന്ത്രിക ചടങ്ങുകളൊക്കെ നടത്തുന്നത് അയലയുടെ അമ്മയായിട്ടുള്ള ജമീല നേരിട്ട് കണ്ടു. അപ്പോഴാണ് വർഷങ്ങളായി മറഞ്ഞു കിടന്ന ആ ഒരു ഭീകര സത്യം പുറത്തു വരുന്നത്. അയലയുടെ അച്ഛനായിട്ടുള്ള ജമാലിന്റെ ബിസിനസ് വലിയ നഷ്ടത്തിലായിരുന്നു. ആരോ തന്നോട് കൂടോത്രം ചെയ്തുവെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. തന്നെ നശിപ്പിച്ച എതിരാളിയോട് പ്രതികാരം ചെയ്യാനായിട്ട് അദ്ദേഹം മറ്റൊരു മന്ത്രവാദിയുടെ സഹായം തേടി. ആ മന്ത്രവാദി അദ്ദേഹത്തിന് ഒരു ശപിക്കപ്പെട്ട പാവ നൽകി. ആ പ്രതികാര കർമ്മം പൂർത്തിയാകാൻ ആ പാവ വളരെ ദൂരെയുള്ള സ്ഥലത്ത് ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. എന്നാൽ സ്വന്തം മകളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് പോലും ചിന്തിക്കാതെ ആ പാവ ദൂരെ എറിഞ്ഞു കളയാനുള്ള ചുമതല അദ്ദേഹം അയലയ്ക്ക് തന്നെയാണ് നൽകിയത്. ഭയന്ന ജമാലാകട്ടെ വീണ്ടും ആ മന്ത്രവാദിയെ സമീപിച്ചു. അപ്പോഴാണ് അയാൾ പറയുന്നത്, ആ ശപിക്കപ്പെട്ട പാവ ശരിയായ രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ ശാപം തിരികെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെ മടങ്ങി വരും. ആ ശാപം ഒടുവിൽ അയലയുടെ ജീവൻ എടുക്കുകയും ചെയ്തു. അങ്ങനെ 2 വർഷങ്ങൾ കടന്നുപോയി. അയലയുടെ മരണത്തിന് ശേഷം അന്നത്തെ അതേ 6 സുഹൃത്തുക്കൾ വീണ്ടും ആ മലയിലേക്ക് മടങ്ങിയെത്തി. മായയാകട്ടെ അന്ന് അയല അവസാനമായിട്ട് ഇരുന്ന അതേ വലിയ പാറയുടെ മുകളിൽ ഇരിക്കുകയാണ്. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കാറ്റിനൊപ്പം ഒരു മൃദുവായിട്ടുള്ള ശബ്ദം അവിടെ മുഴങ്ങുന്നത്. ആരോ മായ എന്ന് വിളിക്കുന്നത് പോലെ. ആ ശബ്ദം കേട്ട് മായ പതിയെ തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാ അയലയുടെ ആത്മാവാകട്ടെ ഇതെല്ലാം തന്നെ കാണുന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളാണെന്നാണ് നെറ്റിലൊക്കെ നോക്കിയപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞത്. 2025 പുറത്തിറങ്ങിയിട്ടുള്ള ഹോണ്ടിങ് ഓഫ് മൗണ്ട് GD എന്ന് പറയുന്ന സിനിമയാണിത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.